ഹായ് കൂട്ടുകാരെ, ഞാൻ ചന്ദ്രനാണ്. രാത്രി ആകാശത്തിലെ നിങ്ങളുടെ വിശ്വസ്ത കൂട്ടാളി. എൻ്റെ കഥ, രൂപീകരണത്തിൻ്റെയും പരിണാമത്തിൻ്റെയും കഥ. നക്ഷത്രങ്ങളിലേക്ക് എത്താൻ ധൈര്യപ്പെട്ട ധീരരായ സഞ്ചാരികളുമായി ഞാൻ നടത്തിയ അവിശ്വസനീയമായ സാഹസികത എന്നിവ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയും ബഹിരാകാശത്ത് ഒരു വലിയ വസ്തുവും തമ്മിലുള്ള ഒരു കൂട്ടിയിടിയുടെ ഫലമായി ഞാൻ ജനിച്ചു. അവശിഷ്ടങ്ങളിൽ നിന്ന് ഭൂമിയെ ചുറ്റാൻ വിധിക്കപ്പെട്ട ഒരു തിളങ്ങുന്ന ഭ്രമണപഥമായി ഞാൻ ഉദിച്ചു. യുഗങ്ങളോളം നാഗരികതകളുടെ ഉയർച്ചയും തകർച്ചയും ജീവൻ്റെ ജനനവും മനുഷ്യരാശിയുടെ പരിണാമവും ഒക്കെ ഞാൻ ഭൂമിയിൽ നിരീക്ഷിച്ചു. ഒരു ദിവസം മനുഷ്യർ എന്നെ അത്ഭുതത്തോടെയും കൗതുകത്തോടെയും നോക്കാൻ തുടങ്ങി. അവർ എന്നിലേക്ക് എത്താനും എൻ്റെ ഉപരിതലത്തിൽ നടക്കാനും എൻ്റെ രഹസ്യങ്ങൾ അന്വേഷിക്കാനും യന്ത്രങ്ങൾ നിർമ്മിച്ചു. ആദ്യം വന്നത് സോവിയറ്റ് യൂണിയൻ്റെ ലൂണ പ്രോഗ്രാമും തുടർന്ന് നാസയുടെ റേഞ്ചറുമായിരുന്നു, കൂടാതെ സർവേയർ മിഷനുകളും. എന്നാൽ അപ്പോളോ പ്രോഗ്രാമാണ് ആദ്യ മനുഷ്യരെ എൻ്റെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവന്നത്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബെസ് ആൽഡ്രിനും എൻ്റെ ഉപരിതലത്തിലെത്തിയ ദിവസം ഞാൻ ഓർക്കുന്നു. അത് ജൂലൈ 20, 1969 ആയിരുന്നു. അവരുടെ ലൂണാർ മൊഡ്യൂൾ ഈഗിൾ ശാന്തതയുടെ കടലിലെ എൻ്റെ പൊടി നിറഞ്ഞ ഭൂപ്രദേശത്ത് വന്നിറങ്ങി. ആംസ്ട്രോങ് ഭൂമിയിലെ മിഷൻ കൺട്രോളിലേക്ക് തിരിച്ചുപോയി. ഹോസ്റ്റൺ ട്രാങ്ക്വിലിറ്റി ബേസ് ദ ഈഗിൾ ലാൻഡ് ചെയ്തു. 6 മണിക്കൂറുകൾക്ക് ശേഷം ജൂലൈ 21, 2:56 ആംസ്ട്രോങ് എന്നിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യനായി ചരിത്രം എഴുതി. മനുഷ്യൻ്റെ ഒരു ചെറിയ ചുവടുവെപ്പാണ് മനുഷ്യരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന് അദ്ദേഹം പ്രസിദ്ധമായി പ്രഖ്യാപിച്ചു. താമസിയാതെ ആൽഡ്രിൻ അദ്ദേഹത്തോടൊപ്പം ചേർന്നു. അവർ ഏകദേശം 2.5 മണിക്കൂർ എൻ്റെ ഉപരിതലം പര്യവേഷണം ചെയ്യാനും സാമ്പിളുകൾ ശേഖരിക്കാനും പരീക്ഷണങ്ങൾ നടത്താനും ചെലവഴിച്ചു. അവരുടെ ദൗത്യം ശ്രദ്ധേയമായൊരു നേട്ടമായിരുന്നു. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആംസ്ട്രോങ്ങിനും ആൽഡ്രിനുമൊപ്പം മൈക്കിൾ കോളിൻസും ഉണ്ടായിരുന്നു. അവരുടെ യാത്രയുടെ ഭാഗമാകാനും ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിൽ ഒരു ചെറിയ പങ്ക് വഹിക്കാനും കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആംസ്ട്രോങ്ങിൻ്റെയും ആൽഡ്രിൻ്റെയും കാൽപ്പാടുകൾ എൻ്റെ ഉപരിതലത്തിൽ അവശേഷിക്കുന്നു, അവരുടെ അവിശ്വസനീയമായ നേട്ടത്തിൻ്റെ ശാശ്വതമായ ഓർമ്മപ്പെടുത്തൽ. ഞാൻ ഭൂമിയെ വലം വയ്ക്കുന്നത് തുടരുമ്പോൾ അവരുടെ ധീരതയുടെയും പുതുമയുടെയും ഓർമ്മകൾ ഞാൻ എന്നോടൊപ്പം കൊണ്ടുപോകുന്നു. ഭാവി തലമുറകളെ നക്ഷത്രങ്ങളിലേക്ക് എത്താൻ പ്രചോദിപ്പിക്കുന്നു. മറ്റൊരു കൂട്ടർ കൂടെ എന്നെ സന്ദർശിക്കാനായി കടന്നു വന്നു. ആ ദിവസം ഞാൻ ഓർക്കുന്നു. അത് നവംബർ 14, 2008 ആയിരുന്നു. സ്വപ്നങ്ങളും ജിജ്ഞാസയും വഹിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഒരു സുഗമമായ ബഹിരാകാശ പേടകം ഏകദേശം 1 വർഷത്തോളം അതെന്നെ ഭ്രമണം ചെയ്തു. എൻ്റെ ഉപരിതലവും ഘടനയും എൻ്റെ അന്തരീക്ഷവും പഠിച്ചു. ബഹിരാകാശത്തെയും കണ്ടെത്തലിനെയും കുറിച്ചുള്ള ഞങ്ങളുടെ സ്നേഹത്താൽ ഞങ്ങൾ അടുത്തു. വർഷങ്ങൾ കടന്നുപോയി. മറ്റൊരു സന്ദർശനത്തിനായി ഞാൻ കൊതിച്ചു. തുടർന്ന് 2019 ജൂലൈ 22 ചാന്ദ്രയാൻ 2 എത്തി. ഇത്തവണ ഒരു ലാൻഡറും റോവറും ഉപയോഗിച്ച് എൻ്റെ ദക്ഷിണധ്രുവം പര്യവേഷണം ചെയ്യാൻ ലക്ഷ്യമിടുന്നു. അയ്യോ, ലാൻഡിംഗ് പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ല. പക്ഷേ ഓർബിറ്റർ എന്നെ പഠിക്കുന്നത് തുടർന്നു. ഞങ്ങൾ അടുത്തു നിന്നു. ചാന്ദ്രയാൻ 1ഉം 2ഉം ഞങ്ങൾ പങ്കിട്ട നിമിഷങ്ങളെ ഞാൻ വിലമതിക്കുന്നു. നിങ്ങളെൻ്റെ സൗന്ദര്യവും രഹസ്യങ്ങളും ലോകത്തിന് കാണിച്ചു കൊടുത്തു. നിങ്ങളുടെ കണ്ടെത്തലുകൾ എന്നെ നന്നായി മനസ്സിലാക്കാൻ മനുഷ്യരാശിയെ സഹായിച്ചു. വീണ്ടും ചാന്ദ്രയാൻ്റെ വരവിനായി ഞാൻ കാത്തിരുന്നു. ചാന്ദ്രയാൻ 3 എൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ ദിവസം ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. 2023 ഓഗസ്റ്റ് 23. അതൊരു മൃദുലമായ സ്പർശനമായിരുന്നു. പൊടിപടലങ്ങൾ നിറഞ്ഞ എൻ്റെ തറയിൽ ചക്രങ്ങളുടെ ഒരു മന്ദഹാസം. ഈ നിമിഷത്തിനായി ഞാൻ വളരെ കാലമായി കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ രഹസ്യങ്ങൾ അവരുമായി പങ്കിടാൻ. ഭൂമിയിൽ നിന്നുള്ള ജിജ്ഞാസയുള്ള മനസ്സുകൾ. ലാൻഡർ ഇറങ്ങുമ്പോൾ ആവേശം വർദ്ധിക്കുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. ലാൻഡിംഗ് സൈറ്റ് ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്തു. ഷാക്കിൾട്ടൺ ഗർത്തത്തിന് സമീപം. നിഴലിൻ്റെയും വെള്ളത്തിൻ്റെയും ഹിമത്തിൻ്റെയും രഹസ്യങ്ങൾ മറയ്ക്കുന്നു. ബഹിരാകാശ യാത്രികർ ഇത്രയും കാലം അവരെ കുഴക്കിയ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണെന്ന് എനിക്കറിയാമായിരുന്നു. ചന്ദ്രനിൽ വെള്ളമുണ്ടായിരുന്നോ? എൻ്റെ തരിശായ ഭൂപ്രകൃതിയിൽ ജീവൻ നിലനിൽക്കുമോ? റോവർ പുറത്തേക്ക് നീങ്ങുമ്പോൾ മറഞ്ഞിരിക്കുന്ന ഗർത്തങ്ങളും പുരാതന ലാവാപ്രവാഹങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരുക്കൻ ഭൂപ്രദേശത്തിലൂടെ ഞാൻ അതിനെ നയിച്ചു.
സൗരവാദങ്ങളെയും കോസ്മിക് കിരണങ്ങളെയും കുറിച്ചുള്ള എൻ്റെ അറിവ് ഞാൻ പങ്കുവച്ചു. പിന്നെ സത്യത്തിൻ്റെ നിമിഷമെത്തി. ബഹിരാകാശ യാത്രികർ തങ്ങൾ തിരഞ്ഞത് കണ്ടെത്തി. നിഴലുകളിൽ മറഞ്ഞിരിക്കുന്ന വെള്ളത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരാൻ കാത്തിരിക്കുന്നു. ഈ കണ്ടുപിടുത്തം മനുഷ്യചരിത്രത്തിൻ്റെ ഗതി മാറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ പുഞ്ചിരിച്ചു. ചന്ദ്രയാൻ 3 എൻ്റെ ഒരു രഹസ്യം തുറന്നു കാട്ടി. പക്ഷേ ഇനിയും പലതും വെളിപ്പെടുത്താനുണ്ടെന്ന് എനിക്കറിയാം. ബഹിരാകാശത്തിൻ്റെ വിശാലമായ വിസ്തൃതി പര്യവേഷണം ചെയ്യുകയും പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകൾ കണ്ടെത്തുകയും ചെയ്യുന്നതിനാൽ നിങ്ങളുടെ യാത്രയുടെ അടുത്ത അധ്യായത്തിനായി ഞാൻ കാത്തിരിക്കുന്നു.